നമസ്കാരം. മലയാള ഭാഷയും ഭാഷയുടെ ചൈതന്യവും സമൂഹത്തിൻ്റെ നാനാ വശങ്ങളിലും എത്തിക്കുവാൻ വേണ്ടിയും അതിൻ്റെ സമഗ്രമായ ഒരു പഠനം വിദ്യാർത്ഥികളിലും യുവജനങ്ങളിലും സർവോപരി സമൂഹത്തിൻ്റെ നാനാ കോണുകളിലും എത്തിക്കുവാൻ വേണ്ടി മലയാള ഭാഷയിൽ കൂടി മൈ ടീച്ചർ എന്ന കാര്യപരിപാടിയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ കഴിഞ്ഞ തവണ ഉള്ളൂരിനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. മഹാകവി ഉള്ളൂർ അദ്ദേഹത്തിൻ്റെ കാവ്യസന്ധിയിൽ കൂടി, അദ്ദേഹത്തിൻ്റെ കാവ്യലോകത്തുകൂടി സമൂഹത്തിന് കൊടുത്ത സമഗ്രമായ സംഭാവന ഏതൊക്കെ രീതിയിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആയതുകൊണ്ട് തന്നെ അദ്ദേഹം സമൂഹത്തിന് നൽകുന്നതിൽ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ മാനസികമായ വളർച്ചയ്ക്ക് സ്വാന്തനമായും വലിയൊരു സമ്പത്തായും അദ്ദേഹം കൊടുത്ത സ്വാധീനം ഒരു ചെറിയ കാര്യമല്ല. ഉള്ളൂരിൻ്റെ കാവ്യഖനികളിൽ നിന്ന് തിളക്കമുള്ള രത്നങ്ങൾ മലയാള ഭാഷയ്ക്ക് ലഭിച്ചത്, പ്രത്യേകിച്ച് ബാല്യസാഹിത്യ ശാഖയ്ക്ക് വളരെ വലിയൊരു മുതൽക്കൂട്ടാണ്. കാലം ചെന്നാലും അതിൻ്റെ മാറ്റ് ഒരിക്കലും കുറയുന്നില്ല എന്നതാണ് ഉള്ളൂരിൻ്റെ കൂടെ തന്നെ കുമാരനാശാനെയും ഏറ്റവും കൂടുതൽ സ്വാധീനം കൊടുത്ത കേരളവർമ്മയുടെയും സാമൂഹ്യ രംഗങ്ങളിൽ കൊടുത്ത ഏറ്റവും വലിയ പ്രാധാന്യം. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു കുട്ടിയും പ്രാവും എന്നുള്ള ആ കവിതയെക്കുറിച്ച് പഠിച്ചു വരികയായിരുന്നു. ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ തട്ടുന്ന വിചാരവും വികാരവും അതിൻ്റെ സംസ്കൃതിയിൽ കൂടി, ഭാഷയുടെ ചൈതന്യത്തിൽ കൂടി, അറിവിൽ കൂടി ആ പ്രാവുമായിട്ട് സംസാരിക്കുന്ന ഒരു കൊച്ചുകുട്ടി പ്രാവുമായിട്ട് സംസാരിക്കുന്ന അതിലടങ്ങിയിരിക്കുന്ന സാമൂഹികവും അതിലടങ്ങിയിരിക്കുന്ന അറിവും അതിലടങ്ങിയിരിക്കുന്ന സ്നേഹവും ത്യാഗവും ചെറുതൊന്നുമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ കവിതയെക്കുറിച്ച് ഒന്നുകൂടി അതിൻ്റെ പ്രാമുഖ്യം മനസ്സിലാക്കിയിട്ട് അടുത്ത കാര്യങ്ങളിലേക്ക് പോകാം. കുട്ടി പറയുകയാണ്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, പ്രാവേ പ്രാവേ പോകരുതേ, വാവാ കൂട്ടിനകത്താക്കാം, പാലും പഴവും പോരെങ്കിൽ ചോറും കരിയും ഞാൻ നൽകാം. പ്രാവേ പ്രാവേ പോകരുതേ, വാവാ കൂട്ടിനകത്താക്കാം, പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും ഞാൻ നൽകാം. ഒരു നിഷ്കളങ്കതയുടെ ഭാവം, ഒരു കുഞ്ഞിൻ ഉള്ളിൽ, ഒരു കുട്ടിയുടെ മണ്ണിൽ തോന്നുന്ന ആ നിഷ്കളങ്കതയുടെ ഭാവം ഒരു പക്ഷിയോട് എത്രമാത്രം ഇവിടെ കാണിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രാധാന്യമായ അംശമാണ്. അതിനോട് സംസാരിക്കുകയാണ്. ഉള്ളൂർ എന്ന ആ മഹാകവിയുടെ വീക്ഷണം, ബാലമനസ്സിൻ ഉള്ളിൽ നിന്ന് തട്ടുന്ന വികാര അതിൻ്റെ കൂടെ ഒരു തൃഷ്ണയും. തൃഷ്ണ എന്ന് ഉദ്ദേശിച്ചത് ആ സ്നേഹത്തിൻ്റെ ആ മൂർത്തിഭാവം, ആ വികാരച്ചായ്വ്, ഇതെല്ലാം അടങ്ങിയിരിക്കുന്ന ആ കവിതയിൽ പവിത്രമായ സ്നേഹത്തിൻ്റെ അംശം ഒരു പക്ഷിയോട് തോന്നുന്ന ഒരു രീതിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കുട്ടി പിന്നെയും പറയുന്നു, പ്രാവേ പ്രാവേ പോകരുതേ, വാവാ കൂട്ടിനകത്താക്കാം, പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും ഞാൻ നൽകാം. അപ്പോൾ ഒന്ന് ഓർത്തു നോക്കൂ, നമ്മളൊരു പക്ഷിയോട് തോന്നുന്ന, ഒരു മനുഷ്യനോട് സ്നേഹത്തിൻ്റെ മനുഷ്യത്വപരമായ വിചാരം ആ ബാലമനസ്സിൽ ഉണ്ടായി എന്നുള്ളതാണ് നമുക്കിവിടെ അനുമാനിക്കാൻ സാധിക്കുക. പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും ഞാൻ നൽകാം, സ്നേഹത്തിൻ്റെ പര്യായം. അപ്പോൾ പ്രാവോട് പറയുന്നു, കൊള്ളാം കുഞ്ഞേ നിന്നിഷ്ടം, തള്ളാൻ പാടില്ലെന്നാലും ഞാൻ അങ്ങോട്ടില്ലപ്പോൾ മാനം നോക്കി പോകുന്നു. കൊള്ളാം കുഞ്ഞേ നിന്നിഷ്ടം, നിന്റെ ഇഷ്ടത്തെ ഞാൻ മാനിക്കുന്നു, നിന്റെ ഇഷ്ടത്തെ ഞാൻ ഉൾക്കൊള്ളുന്നു. പ്രാവ് പറയുകയാണ്, ഒരിക്കലും തള്ളാൻ പാടില്ല. സ്നേഹവായ്പ്, പവിത്രമായ സ്നേഹവായ്പ്, ഒരു സമർപ്പണ മനോഭാവത്തോടെ ഉള്ള ആ വിചാരം. ഞാനിപ്പോൾ അങ്ങോട്ടില്ല, ഞാൻ മാനം നോക്കി പറന്നു പോവുകയാണ്, ഞാൻ പറക്കാൻ പോവുകയാണ്. കുട്ടി പറയുന്നു, അയ്യോ പ്രാവേ പോകരുതേ, പയ്യും ദാഹവും ഉണ്ടാവുമേ, വേനൽക്കാലത്തുച്ചയ്ക്കോ മാനം നോക്കി സഞ്ചാരം, വേനൽക്കാലത്തുച്ചയ്ക്കോ മാനം നോക്കി സഞ്ചാരം. പ്രാവിനോട് കുട്ടി വീണ്ടും പറയുന്നു, അയ്യോ പ്രാവേ പോകരുതേ,
സ്നേഹത്തിൻ്റെ ഒരു അംശം ഒരു മനുഷ്യന് എപ്പോഴാണ് ഉണ്ടാകുന്നത്? മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കാണുന്ന വികാര വിചാരങ്ങൾ ഒരു സമർപ്പണ മനോഭാവം വരുമ്പോഴാണ് തീർച്ചയായിട്ടും ഉണ്ടാകുക. അത് എങ്ങനെ അത് അനുമാനിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം. കവി ഇവിടെ വളരെ സമഗ്രമായി ചിത്രീകരിക്കുന്നു, ലളിതമായി. അയ്യോ പ്രാവേ പോകരുതേ, മാനം നോക്കി പോകുന്നു. വേനൽക്കാലത്ത് ഉച്ചയ്ക്കോ നല്ല ചൂടാണ്. ഈ ഉച്ച സമയത്ത് പറക്കാൻ പോവുകയാണോ? ഇത്ര വലിയ ചൂടിൽ പറക്കുകയാണോ? ഈ സമയത്ത് പറക്കരുത് എന്ന് പറയുന്ന കുട്ടി അങ്ങോട്ട് പറയുന്നു. എന്തിനു കുഞ്ഞേ, പ്രാവ് വീണ്ടും പറഞ്ഞു, എന്തിനു കുഞ്ഞേ പോയി, എന്തിനു കുഞ്ഞേ പോയി എനിക്ക് ഈശൻ നൽകിയ ചിറകില്ലേ? വളരെ സൃഷ്ടിപരമായ കാര്യങ്ങളാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. മനോഹരമായ ചിറക് എനിക്കുണ്ട്, ആ ചിറക് കൊണ്ട് എനിക്ക് പറക്കാൻ സാധിക്കും. അയ്യോ പ്രാവേ പോകരുതേ, പയ്യും ദാഹവും ഉണ്ടാവുമേ എന്ന് കുട്ടി പറഞ്ഞപ്പോൾ ദാഹവുമുണ്ടാകുന്ന ഈ സമയത്ത് വിശക്കും, ഈ മാനം നോക്കി പറക്കുന്നു, ഈ ഉച്ചനേരത്ത് പോകുന്നു, ഈ സമയത്തെല്ലാം നിനക്കുണ്ടാകുന്ന കുഴപ്പങ്ങൾ വളരെ കൂടുതലാണ്. അത് ശ്രദ്ധ അവിടെ കേന്ദ്രീകരിക്കുന്നത് കൊണ്ടാണ് കുട്ടി അങ്ങനെ പറയുന്നത്. അത് സ്നേഹത്തിൻ്റെ ഒരു അംശമാണ് അവിടെ. അപ്പോൾ പ്രാവ് വീണ്ടും പറയുന്നു, എന്തിനു കുഞ്ഞേ പോയി, എനിക്ക് ഈശ്വരൻ നൽകിയ ചിറകില്ല, എനിക്ക് ചിറകുണ്ട്, ആ ചിറകൻ കൊണ്ട്, ഈശ്വരൻ തന്ന ചിറകെനിക്കുണ്ട്, ആ ചിറക് കൊണ്ട് പറക്കാൻ എനിക്കുണ്ട്, ഞാൻ പറക്കുന്നു. വേണുന്നോടം പോകട്ടെ, കാണും വസ്തു ഭുജിക്കട്ടെ, ഞാൻ പറന്ന് ഈ ഭൂലോകത്തുള്ള ഈ നമ്മൾ കാണുന്ന പ്രപഞ്ചത്തിൻ്റെ പഞ്ചഭൂതങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വ്യാപിച്ചു കിടക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ഞാൻ കാണട്ടെ, മനോഹരമായ കാഴ്ച ഞാൻ ഉൾക്കൊള്ളട്ടെ, എനിക്ക് കിട്ടുന്ന ഭക്ഷണ പദാർത്ഥങ്ങളും എനിക്ക് കാണാൻ കഴിയുന്ന ആമോദപരമായ കാര്യങ്ങളും ഞാൻ അനുഭവിക്കട്ടെ എന്നാണ് കവിയുടെ ദാർശനിക സിദ്ധാന്തം ഇവിടെ കുറിക്കുന്നത്. കുട്ടി വീണ്ടും പറയുന്നു, ഭ്രാന്തപ്രാവേ പോകരുതേ, പക്ഷേ വഴി തെറ്റിപ്പോവും. ഈ വഴി തെറ്റിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നീ പറക്കുകയാണ്, ഈ പറക്കുന്ന സമയത്ത് നിന്റെ വഴി തെറ്റിപ്പോയി കഴിഞ്ഞാൽ എന്താണ്? ഒരു ഭ്രാന്ത് പിടിച്ച് ഇങ്ങനെ നടക്കരുതേ. ഭ്രാന്ത് പിടിച്ച് നടന്നു കഴിഞ്ഞാൽ, നിന്റെ വഴി തെറ്റിക്കഴിഞ്ഞാൽ നിനക്ക് ഉൾക്കൊള്ളേണ്ട പല കാര്യങ്ങളും നീ മനസ്സിലാക്കാവുന്ന രീതിയിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ നിനക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവും. ഭ്രാന്തപ്രാവേ പോകരുതേ, പക്ഷേ വഴി തെറ്റിപ്പോമേ, കൂട്ടിനാര് നിനക്കില്ലേ? കൂട്ടിനാര് നിനക്കുള്ളൂ? നിനക്ക് കൂട്ടാരുമില്ലല്ലോ, നീ പറന്നു പോവുകയാണ്. ഈ കൂട്ടില്ല, നീ ഒറ്റയ്ക്ക് ഇങ്ങനെ പറന്നു പോയി കഴിഞ്ഞാൽ എന്തു ചെയ്യും? വരൂ, കൂട്ടിലേക്ക് തിരിച്ചു വരൂ. കൂട്ടിൽ ചെന്ന് സുഖിക്കരുതോ എന്നാണ് കുട്ടി പറയുന്നത്. ഒരുപക്ഷെ കൂട്ടിൽ അടച്ചിടാൻ വേണ്ടി മാത്രമായിരിക്കില്ല കുട്ടി അങ്ങനെ പറഞ്ഞത് എന്ന് പല താത്വികന്മാർ പറയാറുണ്ട്. സ്നേഹത്തിൻ്റെ തീർച്ചയായിട്ടും സ്നേഹത്തിൻ്റെ ഒരു സമർപ്പണമാണ് അവിടെ കാണിക്കുന്നത്. ഒരു കുട്ടി കൂട്ടിൽ പിടിച്ചിട്ട് ആ പക്ഷിയോടുള്ള സ്നേഹം ഒരു ആത്മബന്ധത്തിൻ്റെ ഒരു അവസാനമോ മാത്രമായിട്ടല്ല അവിടെ കാണുന്നത്. ഒരു സ്നേഹമായ സമ്പത്ത് ഒരു പരിക്രമണ വ്യവസ്ഥയിൽ അവിടെ ഉണ്ടാക്കുക എന്ന ലക്ഷ്യം നിർത്തിയാണ് ഉള്ളൂർ എന്ന കവിത ആ കുട്ടിയിൽ കൂടി പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം പ്രാവ് വീണ്ടും പറഞ്ഞു, ഭ്രാന്തക്കുഞ്ഞേ, സർവേശൻ പാപങ്ങൾക്കൊരു തുണയില്ലേ? ആ വൃക്ഷക്കൊമ്പെന്നുടെ വീടായാൽ ഞൊടിയിടയിൽ. ആ വൃക്ഷക്കൊമ്പ് എൻ്റെ വീടായി ഞാൻ കരുതുന്നു. എനിക്ക് മരങ്ങളുണ്ട്, അല്ലെ വൃക്ഷങ്ങളുണ്ട്, ഇതിലേക്ക് പറന്നിറങ്ങിയിരിക്കാനും അവിടെ താമസിക്കാനും ഈശ്വരൻ തന്ന ഒരു നിധിയുണ്ട്, അതിലേക്ക് ഞാൻ ചേക്കേറട്ടെ എന്നാണ് പ്രാവ് പറയുന്നത്. അതിൻ്റെ അകത്ത് രണ്ട് വശങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. കുട്ടിയും പ്രാവും തമ്മിലുള്ള ആ ഒരു സർഗാത്മകത കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ഒരു ബുദ്ധിക്ക് അനുസൃതമായി ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ചിന്താഭാവവും ദർശനവും. അവിടെ നിഷ്കളങ്കതയുണ്ട്, സാമൂഹ്യ നീതിയുണ്ട്, സ്നേഹത്തിൻ്റെ ഒരു തീക്ഷ്ണമായ ചിന്തയുണ്ട്. ഇതെല്ലാം കൂടെ അടങ്ങിയിരിക്കുന്ന ആ ചിന്താധാര ഒരു പക്ഷിയെ കാണുമ്പോൾ അതിനോട് കൊടുക്കുന്ന ആ സമീപനം എത്രമാത്രം ധന്യമായ രീതിയിൽ, ആ ധന്യത കൊണ്ട് എത്രമാത്രം ഒരു ദാർശനിക സ്വഭാവം അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതും കൂടി ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
സ്നേഹം ഒരു ചട്ടക്കൂട്ടിലേക്ക് മാത്രം പറിച്ച് നടുന്ന നമ്മുടെ രീതി അതിൽ നിന്ന് മാറ്റി ഒരു ബാലമനസ്സിലുണ്ടാകുന്ന ഒരു വികാര വിചാരത്തിൻ്റെ അംശമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു കുഞ്ഞിന് ഒരു പക്ഷിയോട് തോന്നുന്ന വികാര വിചാരം അതിൻ്റെ ധന്യമായ രീതിയിൽ, ലളിതമായ രീതിയിൽ, പദവിന്യാസത്തോടെ, തർപ്പണ മനോഭാവത്തോടുകൂടി മഹാകവി ഉള്ളൂർ ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. അതായത് ആശയ സമൃദ്ധി കൊണ്ടും ഉല്ലേപന അലങ്കാരങ്ങൾ കൊണ്ടും ഉയർന്നു നിൽക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ കവിത. ഉള്ളൂരിൻ്റെ കവിത എപ്പോഴും നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ആലങ്കാരികമായ ചിന്തകൾ ഉല്ലേഖനാലങ്കാരങ്ങൾ കൊണ്ടും ആശയത്തിൻ്റെ സമൃദ്ധി കൊണ്ടും അതിലടങ്ങിയിരിക്കുന്ന ലാളിത്യവും സമഗ്രമായ സാമൂഹിക സംഭാവനയും ഇവിടെ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ കവിതകൾ തന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രാചീനവും നവീനവുമായ ഭാഷയിൽ കൂടി കൂട്ടിയോജിപ്പിച്ച് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് കൊടുത്ത പദ്യമഞ്ജരി എന്ന കൃതി വളരെ പ്രശസ്തമാണ്. പ്രശസ്തമായ ഉമാകേരളം മലയാളത്തിൻ്റെ ഒരു മഹാകാവ്യമാണ്. ചൈത്രപ്രഭാവം എന്ന വഞ്ചിപ്പാട്ടും തീർച്ചയായിട്ടും അദ്ദേഹം വളരെ പ്രസക്തമായ രീതിയിൽ സമൂഹത്തിന് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉദിക്കേണ്ടത് അദ്ദേഹം എഴുതിയ കേരള സാഹിത്യ ചരിത്രമാണ്. സമഗ്രമായ കേരളീയ ഭാഷയുടെ, കേരളീയ ജീവിത ശൈലിയുടെ, ഭാഷയുടെ ഒരു പൂർണ്ണമായ അവസ്ഥ, മണിപ്രവാള ഭാഷയുടെ തുടക്കം മുതൽ ഭാഷ എന്ന ഉൽപ്പത്തി ഏതൊക്കെ രീതിയിൽ ഉൽപ്പത്തി നമ്മുടെ സമൂഹത്തിനിടയിൽ വന്നു ചേർന്നു എന്നുള്ളതും, അതായത് ഭാഷയുടെ ഉൽപ്പത്തി, ചെന്തമിഴ് സാഹിത്യം, മണിപ്രവാള സാഹിത്യം, കിളിപ്പാട്ട്, അതുപോലെ ചമ്പു, ആട്ടക്കഥ, ഇതെല്ലാം കൂടി സമഗ്രമായി, അത് പൂർണ്ണമായി എല്ലാം കൂടി അറിവിൻ്റെ ഒരു മീമാംസ അതിൽ കടത്തി സമൂഹത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കൃതിയാണ് അദ്ദേഹം എഴുതിയ കേരള സാഹിത്യ ചരിത്രം. ഇത് 12 വർഷത്തെ അധ്വാനത്തിന് ശേഷം അദ്ദേഹം എഴുതിയ ഈ കൃതി, പക്ഷേ ഇത് പ്രസിദ്ധീകരിക്കപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം മാത്രമാണെന്ന് നമുക്ക് അറിയാൻ കഴിയും. പാണ്ഡിത്യത്തിൻ്റെയും അതുപോലെ പരിശ്രമത്തിൻ്റെയും ഫലമായി ഈ ഒരു ഗ്രന്ഥം മലയാള ഭാഷയ്ക്ക് നൽകിയ സംഭാവന ചെറുതൊന്നുമില്ല. അദ്ദേഹത്തെ നമുക്ക് സ്മരിക്കാം. അദ്ദേഹം എഴുതിയ ഓരോ കൃതികളും സമൂഹത്തിന്, പ്രത്യേകിച്ച് ബാലവിഭാഗത്തിന്, വിദ്യാർത്ഥികൾക്ക് നൽകിയ സംഭാവന വളരെ വലുതാണ്. കിട്ടുമെങ്കിൽ അദ്ദേഹത്തിൻ്റെ തീർച്ചയായും പുസ്തകങ്ങൾ വായിക്കുക, അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിക്കുക. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് എഴുതിയ പദ്യമഞ്ജരിയും ബാലകവിതകളും വളരെ ശ്രേഷ്ഠമാണ്. അത് ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ അതിലെ ആശയവും സ്നേഹവും ത്യാഗവും സാമൂഹിക ചിന്തയും അതിനുള്ള ഉൾക്കരുത്തും തീർച്ചയായും നമുക്ക് ഇന്നുള്ള സാമൂഹിക ജീവിത വ്യവസ്ഥയിൽ പ്രയോജനപ്പെടും എന്ന് പറഞ്ഞുകൊള്ളട്ടെ. ശരി, നമ്മൾ ഇന്ന് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കർക്കിടക മാസത്തിലാണല്ലോ നമ്മൾ ഇന്ന്. പല ചോദ്യങ്ങളും ഇതിൻ്റെ ഇടയിൽ വന്നു. പ്രത്യേകിച്ച് കർക്കിടക മാസം നമ്മുടെ മലയാള മാസങ്ങളുടെ ഇടയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് എന്നത് ഏതൊരു മലയാളിക്കും അറിയാവുന്ന കാര്യമാണ്. എന്തെന്നാൽ മഴക്കാലമാണ്, ധാരാളം രോഗങ്ങൾക്ക് പ്രതിരോധ ശക്തിക്ക് വേണ്ടിയുള്ള ചികിത്സാ സമ്പ്രദായം ഉൾക്കൊള്ളേണ്ട മാസമാണ്, പ്രാവർത്തികമായി കൊണ്ടുപോകേണ്ട കാര്യം കൂടിയാണ്. നമ്മൾ പലതവണ ഈ വിഷയത്തെപ്പറ്റി സംസാരിച്ചപ്പോഴും ഇതിൽ സമൂഹത്തിന് വരുന്ന താല്പര്യം പ്രമാണിച്ച് വീണ്ടും ചില ലളിതമായ കാര്യങ്ങൾ കൂടി നമുക്ക് ഇന്ന് ചിന്തിക്കാം. നമുക്കറിയാം, 2 കാര്യങ്ങളാണ് നമ്മുടെ പല അധ്യയനങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് ദശപുഷ്പക്കഞ്ഞിയെപ്പറ്റി പറഞ്ഞു, 2 പ്രാവശ്യം പറഞ്ഞു. വീണ്ടും പല ചോദ്യങ്ങൾ വരുന്നുള്ളത് കൊണ്ട് ഈ ദശപുഷ്പം എന്താണ്, എത്ര പുഷ്പങ്ങൾ ഇതിലുണ്ട്, ഇതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുകൂടി പറയാം. ദശപുഷ്പം എന്നുള്ളത് 10 മലയാളത്തിൻ്റെ 10 ഇനങ്ങൾ നമ്മുടെ സംസ്കൃതിയിൽ അടങ്ങിയിരിക്കുന്ന ഒരു തീർത്ഥമായ സമ്പത്താണ്. ഏതൊക്കെയാണ് നമുക്ക് ചിന്തിക്കാം. ആദ്യം മുതൽ കറുക, 2 വിഷ്ണുക്രാന്തി,
3 തിരുതാളി, 4 പൂവാങ്കുറുനില, 5 മുക്കൂറ്റി, 6 കയ്യൂന്യം, ചെറുവുള 7, നിലപ്പന 8, 9 മുയൽച്ചെവി, 10 ഉഴിഞ്ഞ. ഇതാണ് ദശപുഷ്പങ്ങൾ. ഒന്നും കൂടി പറയാം: കറുക, വിഷ്ണുക്രാന്തി, തിരുതാളി, പൂവാങ്കുറുനില, മുക്കൂറ്റി, കയ്യൂന്യം, ചെറുവുള, നിലപ്പന, മുയൽച്ചെവി, ഉഴിഞ്ഞ. ഇതിൻ്റെ പ്രയോജനം എന്താണെന്ന് നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ രോഗപ്രതിരോധം അനുഷ്ഠിക്കേണ്ട ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള സമയമാണ്. മഴയാണ്, മേഘങ്ങൾ മാത്രം നമ്മൾ കണ്ട് ജീവിക്കുന്നു, സൂര്യപ്രകാശം കുറവാണ്, ഇടയ്ക്കിടയ്ക്ക് മാത്രമേ സൂര്യപ്രകാശം വരുന്നുള്ളൂ. പ്രത്യേകിച്ച് കേരളത്തിൽ നടക്കുന്ന ഒരു സംഭവ വികാസമാണ് ഞാനിവിടെ പറയുന്നത്. ഈ സമയത്ത് നമുക്ക് ഇന്ന് നമ്മുടെ പണ്ട് മുതൽ ഉണ്ടായിരുന്ന ഒരു ചികിത്സാ സമ്പ്രദായമായിരുന്നു ഈ ദശപുഷ്പ കഞ്ഞി എന്നുള്ള ഒരു ഭക്ഷണ രീതി. അതെവിടെയും നമുക്ക് ഉപയോഗിക്കാം. ലോകത്തിൻ്റെ ഏത് സ്ഥലത്തും നമ്മൾ താമസിച്ചാലും അത് ഉപയോഗിച്ചാലും അതിൻ്റെ ഉപയോഗക്രമം കൊണ്ട് തീർച്ചയായിട്ടും ശരീരത്തിലുണ്ടാകുന്ന രോഗപ്രതിരോധ ശക്തി വളരെ വലുതാണ്. പ്രത്യേകിച്ച് കറുക ഞരമ്പ് രോഗങ്ങൾ, അപസ്മാരം, ഓർമ്മക്കുറവ്, ഉറക്കമില്ലായ്മ എന്നിവയ്ക്ക് വളരെ പ്രാധാന്യം, അത് വളരെ ഗുണകരമായി ചെയ്യുന്ന ഒരു ഔഷധജന്യ സസ്യമാണ്. കറുകയുടെ നീര് കഫത്തെ നശിപ്പിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വിഷ്ണുക്രാന്തി എന്ന് പറയുന്നത് ഓർമ്മക്കുറവിനും രക്തശുദ്ധിക്കും ഏറ്റവും പ്രായോഗിക തലത്തിൽ പ്രയോജനപ്പെടുന്ന ഒരു ഔഷധമാണ്. അത് മുടി വളരുന്നതിനും ഏറ്റവും പ്രധാനമാണ്. തിരുതാളി നമുക്ക് എല്ലാവർക്കും അറിയാം. പൂവാങ്കുറുനില പ്രത്യേകിച്ച് ശ്വാസകോശ തടസ്സങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ആ ഒരു ചികിത്സാ സമ്പ്രദായത്തിൽ നമ്മൾ വായ്മൊഴിയിൽ കൂടി പരമ്പരാഗതമായി തന്നിട്ടുള്ള ഒരു ഔഷധജനമാണ്. മുക്കൂറ്റി ഒരു വിഷഹാരിയാണ്. അതുപോലെ ഉദര സംബന്ധമായ രോഗങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഒരു ഔഷധ സസ്യമാണ്. കയ്യൂന്യം ഏറ്റവും പ്രധാനം, നമ്മൾ വളരെ ഉപയോഗിക്കുന്നൊരു സസ്യമാണ് കയ്യൂന്യം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നേത്രരോഗങ്ങൾക്ക് ഏറ്റവും ഗുണകരമായ ഒരു ചികിത്സാ രീതി ആ സസ്യത്തിൽ കൂടി നമുക്ക് നേടാൻ സാധിക്കും. അതുപോലെ ചെറുപുള വൃക്കസംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും, അതുപോലെ നീര്, കാലിൽ നീര്, അങ്ങനത്തെയുള്ള പ്രയാസകരമായ രീതിയിൽ വളരെ ഗുണമായി നമുക്ക് ഉപയോഗപ്രദമാക്കാൻ കഴിയും. നിലപ്പന ശാരീരിക ബലഹീനതയ്ക്ക് ഏറ്റവും പ്രാധാന്യം വമിക്കുന്ന ഒരു ഔഷധജനമാണ്. മുയൽച്ചെവി പ്രത്യേകിച്ച് തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്കും, ഉഴിഞ്ഞ പ്രത്യേകിച്ച് ഒടിവ്, അതുപോലെ ഞരമ്പ് രോഗങ്ങൾക്കും ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന പ്രത്യേകിച്ച് ഗുണകരമായ ഒരു ഔഷധ സസ്യമാണ്. അപ്പോൾ ഇത്രയും ഈ കൃഷി സമ്പ്രദായം നമുക്ക് മലയാളത്തിൻ്റെ മണ്ണിൽ ഉണ്ടാകുമ്പോൾ, മലയാളത്തിൻ്റെ മണ്ണിൽ ഇത്രയും വലിയൊരു കൃഷിസമ്പത്ത് നമുക്കുണ്ടാകുമ്പോൾ നാം എന്തുകൊണ്ട് അതിനെ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതും പ്രാധാന്യമാണ്. ഇത് ഔഷധക്കഞ്ഞിയായി നമ്മൾ പലപ്പോഴും തലമുറയായി നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഔഷധ ഗുണ സസ്യ ജനകമായ ഒരു ഭക്ഷണ ക്രമീകരണമായിരുന്നു. ഇത് നാം പലപ്പോഴും ഇല്ലാതാക്കി എന്നുള്ളതാണ് വാസ്തവം. പല ചോദ്യങ്ങൾ വന്നതുകൊണ്ടും ഇതിൻ്റെ ഉപയോഗക്രമം എങ്ങനെയാണെന്നുകൊണ്ടും ആയതുകൊണ്ടും വീണ്ടും ആണ് ഈ കാര്യത്തെപ്പറ്റി ഞാൻ പറയുന്നത്. ഈ സമയത്ത് തന്നെ മരുന്ന് കഞ്ഞികളും പാൽക്കഞ്ഞി, നവധാന്യങ്ങളുണ്ട്. നമുക്ക് ശ്രേഷ്ഠമായ നവധാന്യങ്ങൾ മലയാളത്തിൻ്റെ മണ്ണിലുണ്ട്. അതിൽ കൂടി നമ്മൾ ഭക്ഷണ ക്രമീകരണം ചെയ്യുന്നു, നവധാന്യ കഞ്ഞി ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെയാണ് പത്തിലക്കഞ്ഞിയും നമ്മൾ ഉപയോഗിക്കുന്നത്. 10 ഇലകളുടെ അതുപോലെ തന്നെയാണ് ദശപുഷ്പ കഞ്ഞിയും നമ്മളുടെ ജീവിതത്തിൽ നാം പ്രായോഗികമായി കൊണ്ടുവരുന്നത്. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ ജീവിത ക്രമീകരണത്തിന് നമുക്ക് വേണ്ട ഒരു ഉപയോഗക്രമം നമുക്ക് ഉണ്ട്. മഴക്കാല രോഗങ്ങൾക്ക് ഇന്ന് നമ്മുടെ മലയാളത്തിൻ്റെ മണ്ണിൽ മഴക്കാല രോഗം, അതിൻ്റെ ഒരു രോഗപ്രതിരോധം നമുക്ക് ചെയ്യുവാൻ വേണ്ടി ഇങ്ങനെയുള്ള ഒരു ഭക്ഷണ ക്രമീകരണം ഉണ്ടെങ്കിൽ ഇതൊരു വിഷഹാരി കൂടിയാണ്. പല വിഷങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ, ഇന്ന് കണ്ടുവരുന്ന പല വിഷങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവഹിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ അതിന് പ്രതിരോധം ചെയ്യാൻ പറ്റാമെന്ന
ഏറ്റവും വലിയ ചെയ്യാൻ പറ്റുന്ന ഒരു ഔഷധജന്യമാണ് ഇത്. അതുപോലെ പത്തിലയും നമ്മൾ ഉപയോഗിക്കും. ഈ 10 ഇലകൾ നമുക്ക് മലയാളത്തിൻ്റെ മണ്ണിലുണ്ട്. ഈ 10ഇലയും തീർച്ചയായിട്ടും നമുക്ക് പ്രാധാന്യമുള്ള ഔഷധജന്യ രീതിയുള്ള ഒരു സമ്പ്രദായമാണ്. നമുക്ക് കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിക്കുകയുണ്ടായി, ഈ നമുക്ക് കേരളത്തിൽ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു ഭക്ഷണ രീതിയാണല്ലോ ചക്ക. ഇത് പറയുന്നതുകൊണ്ടാണ് ഞാൻ ഈ സമയത്തും പറഞ്ഞത്. ഈ ചക്ക കൊണ്ട് എന്താണ് പ്രയോജനം എന്ന് പലപ്പോഴും പലരും ചിന്തിക്കും. മലയാളത്തിൻ്റെ എന്താ പറയുക, ധന്യമായ കൃഷി സമ്പ്രദായങ്ങളിൽ, വീണ്ടും പറയുന്നു, ധന്യമായ കൃഷി സമ്പ്രദായങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് പ്ലാവ്. ആ പ്ലാവിൽ നിന്നുണ്ടാകുന്ന മനോഹരമായ ഈ കൃഷി, ഈ എന്താ പറയുക, ഈ പ്രധാനപ്പെട്ട ഒരു ഔഷധജന്യമായ ചക്ക എന്ന മനോഹരമായ, ഇംഗ്ലീഷിൽ പറയുന്ന ജാക്ക് ഫ്രൂട്ട്, എല്ലാവർക്കും അറിയാതെ, ഇത് അതിൻ്റെ അറിവ് നാം എത്രത്തോളം ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് പ്രാധാന്യം. ഒരു കാലത്ത് നമ്മുടെ നാട്ടിലെ പ്രധാന ഭക്ഷണ വസ്തു ആയിരുന്നു ചക്ക. ഇന്ന് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഏറ്റവും പ്രാധാന്യം നമ്മുടെ ഭക്ഷണ ക്രമീകരണത്തിൽ, നമ്മുടെ ജീവിത വ്യവസ്ഥയിൽ ചക്കയ്ക്കുണ്ടായിരുന്നു. ധാരാളം ഔഷധ ഗുണങ്ങളുള്ളതാണ് ചക്ക. പ്രത്യേകിച്ച് ഈ ചക്കക്കുരു എന്നുള്ളത് നമുക്ക് പലപ്പോഴും നമ്മുടെ വിദ്യാലയങ്ങളിൽ നമ്മൾ ഒരു കാലത്ത് ഈ ചക്ക സംബന്ധമായിട്ടുള്ള പല രീതിയിലുള്ള കറികളും അതിനോടനുബന്ധിച്ച് പണ്ട് പറയുന്ന മെഴുക്ക് പുരട്ടിയും ഒക്കെ കൊണ്ടുപോകുന്നൊരു ശീലമുണ്ടായിരുന്നു, ഇലപ്പൊതിയിൽ കൂടി. അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ മാറി ഇന്നത്തെ ആധുനികമായ രീതിയിൽ ഉണ്ടായിരുന്നപ്പോൾ പോലും നമുക്ക് ഉള്ള ശ്രേഷ്ഠമായ ഭക്ഷണ ക്രമീകരണത്തിന് ശരിക്കും ധാരാളം അറിവുകൾ നമ്മുടെ സമൂഹത്തിന് നൽകിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ശരി, ഇത് പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞത് മാത്രം. നമ്മൾ ഇന്ന് കണ്ടുവരുന്ന പ്രമേഹം എന്നുള്ളത് സമൂഹത്തിന് ഏറ്റവും ഓരോ വ്യക്തിക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അനുഭവമായി മാറിയിരിക്കുകയാണ് പ്രമേഹം എന്നുള്ളതല്ലേ. ഈ ചക്ക, ഈ പ്രമേഹത്തിന്, പച്ചച്ചക്ക പ്രമേഹത്തിന് ഏറ്റവും ഉപകാരപ്രദമായ ഒരു ഭക്ഷണ ക്രമീകരണമാണ്. ഇതൊരിക്കലും പ്രമേഹം എന്നുള്ള ഇന്ന് കണ്ടുവരുന്ന ആ രോഗത്തിന് ദോഷം ചെയ്യുകയല്ല എന്ന് ഭിഷഗ്വരന്മാർ പറയുന്നു, പഴമക്കാരും പറയുന്നു, വായ്മൊഴിയായിട്ട് പറഞ്ഞു വരുന്ന ഈ അറിവിൻ്റെ മീമാംസ തകരുന്ന ആൾക്കാരും പറയുന്നു. അതുകൊണ്ട് ഈ ചക്ക എന്നത് പ്രമേഹത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന, ഏറ്റവും സമ്പുഷ്ടമായ രീതിയിൽ കഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ദോഷം ഉണ്ടാകില്ല എന്നാണ് പറയപ്പെടുന്നത്. ചക്കപ്പുഴുക്ക് മലയാളിയുടെ ഒരു ശീലമായിരുന്നു. അതുപോലെ തന്നെ ഇത് ഏറ്റവും കൂടുതൽ നാരുകൾ ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണം ക്രമീകരണമായിരുന്നു. ചക്കയിലുള്ള നാരുകൾ, അതായത് ഫൈബർ കണ്ടൻസ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം, ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു ഭക്ഷണ ക്രമീകരണമാണ്, ഭക്ഷണ രീതിയാണ്. അതുകൊണ്ട് ചക്ക കഴിക്കുന്നത് വളരെ ഉത്തമമാണ്. ഏറ്റവും പ്രധാനം കുടൽ സംബന്ധമായ രോഗങ്ങൾക്ക് ഏറ്റവും പ്രയോജനം ചെയ്യുന്നു. കുടൽ ശുദ്ധീകരിക്കാൻ വേണ്ടി ചക്ക ഒരു ഔഷധ പ്രക്രിയയാണെന്ന് വായ്മൊഴിയായി പറഞ്ഞു വരുന്നു. ചക്ക കുടൽ ശുദ്ധീകരിക്കുന്നതിന് ഏറ്റവും പ്രായോഗികവും പ്രയോജനപ്രദവുമായ ഒരു ഔഷധം ആണെന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഇതുകൂടാതെ ധാരാളം അറിവുകൾ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് കാലാവസ്ഥ വ്യതിയാനങ്ങളിൽ നിന്ന് നമുക്ക് ദോഷം കിട്ടുന്നു എന്നൊക്കെ പറയപ്പെടുന്നു. പക്ഷേ കാലാവസ്ഥ വ്യതിയാനം വരുന്ന സമയത്ത് ഇതിലുള്ള ഭക്ഷണ ക്രമീകരണം ഒരിക്കലും ദോഷം പ്രദാനം ചെയ്യുന്നില്ല. ഇത് സമീകൃതമായി നമ്മൾ ഇതിൻ്റെ ഉപയോഗം നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പ്രയോജനം ചെയ്യും എന്നത് ശാസ്ത്രം പറയുന്നു. ആയതുകൊണ്ട് നമ്മൾ മനോഹരമായ ഈ പ്ലാവ് എന്ന ലോകത്തിന്, മലയാളത്തിന് സംഭാവന നൽകിയ ഈ വൃക്ഷം, ആ വൃക്ഷത്തിനെ ഒരിക്കലും നമ്മൾ ഇല്ലാതാക്കാൻ ശ്രമിക്കരുത്. അതിൻ്റെ ഉപയോഗക്രമം നാം മനസ്സിലാക്കി, ഇതിൽ നിന്ന് ലഭിക്കുന്ന ഓരോ അറിവ് നമ്മൾ മനസ്സിലാക്കി, അതിൻ്റെ തടി കൊണ്ട് ഗുണമുണ്ട്, അതിൽ നിന്ന് കിട്ടുന്ന പഴം നമുക്ക് ഏറ്റവും ചക്കപ്പഴം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്ഷണ ക്രമീകരണമാണ്. അത് ഔഷധജന്യമായ രീതിയിൽ നാം ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കുന്നു അതും പ്രയോജനപ്രദമാണ്. ഇതെല്ലാം നമ്മുടെ മലയാള സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു എന്ന് പറയാം.
കാലാന്തരങ്ങളോളം ആധുനികതയുടെ സമ്പർക്കം നമ്മുടെ ജീവിത വ്യവസ്ഥയിൽ വന്നപ്പോഴും നമുക്കുണ്ടായിക്കൊണ്ടിരുന്ന നമ്മുടെ അനുഭവിച്ചിരുന്ന ഈ സത്യം ഒരിക്കലും വിസ്മരിക്കരുത് എന്ന് ഈ സമയത്ത് പറഞ്ഞുകൊള്ളുന്നു. ഒരു ചെറിയൊരു കാര്യം പറഞ്ഞു എൻ്റെ ഇടയ്ക്ക്. നമ്മൾ ഈ പണ്ട് ഈ ചെരുപ്പില്ല നടക്കുന്ന ഒരു ശീലം, കഴിഞ്ഞ വർഷം പറഞ്ഞതിനെപ്പറ്റി ഒരു ചോദ്യം വന്നുകൊണ്ട് മാത്രം പറയുന്നു. നമ്മൾ വീട്ടുമുറ്റത്ത് മണൽ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് മുറ്റങ്ങൾ വളരെ കുറവാണ്. നമ്മുടെ നാട്ടിൻ പ്രദേശത്തെ കാര്യമാണ് പറയുന്നത്. ഇത് മലയാളത്തിൻ്റെ ഒരു അറിവിൻ്റെ ഭാഗം മാത്രമാണ്. ഈ ചെരുപ്പില്ലാതെ നടക്കുന്ന ഒരു ശീലം നമുക്കുണ്ടായിരുന്നു. എന്തിനാണ് ചെരുപ്പില്ലാതെ നടക്കുന്നത്? നമുക്ക് ഈ പഴമക്കാർ പലരും നഗ്നപാതയായി നടക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിലെ അനേകം ഞരമ്പുകൾ ചെന്നെത്തുന്നത് കാലിൻ്റെ അടിവശത്താണ് എന്ന് എല്ലാവർക്കും അറിയാം. ഇത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒന്നുകൂടി പറയുന്നു, നമ്മുടെ ശരീരത്തിലെ അനേകം ഞരമ്പുകൾ ചെന്നെത്തുന്നത് കാലിൻ്റെ അടിവശത്താണ്. നഗ്നപാതരായി നടക്കുന്നത് ഒരു അറിവ് കേടായി ഒരിക്കലും കൂട്ടാക്കരുത്. ആധുനികമായ പല ചികിത്സകൾ പോലും നഗ്നപാതരായി നടക്കണം എന്ന് പറയുന്നത് ഭിഷഗ്വരന്മാർ പലപ്പോഴും പലയിടത്തും ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നഗ്നപാതരായി നടന്നു കഴിഞ്ഞാൽ ശരീരത്തിലുള്ള, പ്രത്യേകിച്ചും കാലിൻ്റെ അടിവശത്തുള്ള ഓരോ ഞരമ്പുകൾ നമ്മുടെ ശരീരത്തിൻ്റെ പല മേഖലയിൽ വ്യാപിച്ചു കിടക്കുകയാണ്. ഈ ഞരമ്പുകളുടെ ഉത്തേജനം നമുക്ക് ആവശ്യമാണ്. ഞരമ്പുകൾ ഉത്തേജിച്ചില്ലെങ്കിൽ പല രോഗങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഈ മണൽപ്പുറങ്ങൾ കൂടി നടക്കുമ്പോഴും ചെരുപ്പില്ലാതെ നടക്കുമ്പോഴും ഈ ഞരമ്പുകൾ ഉണരുന്നു എന്നുള്ളതാണ് ഒരു സത്യം. പക്ഷേ അവിടെ ഒരു ചോദ്യം, ഇന്ന് അങ്ങനെ നടന്നു കഴിഞ്ഞാൽ പലതരമുള്ള രോഗങ്ങൾ ഉണ്ടാകില്ലേ? ഒരു പക്ഷേ അതിനു വേണ്ടിയുള്ള ചികിത്സാ സമ്പ്രദായത്തെ നോക്കിയായിരിക്കാം മുൻകാലത്തുള്ള സമൂഹം മുറ്റങ്ങളിൽ മണൽ വിരിച്ചിട്ടിരിക്കുന്നതും ആ മണൽ ശുദ്ധമായ രീതിയിൽ വിരിച്ചിടുന്ന ഒരു പ്രവണത നമ്മുടെ ഇടയിലുണ്ടായിരുന്നു. മുറ്റം ശുചിയാക്കും, ഒരു തരത്തിലുള്ള ദോഷമുണ്ടാകുന്ന ഒരു കാര്യങ്ങളും നമ്മുടെ മുറ്റത്തിൻ്റെ ചുറ്റും ഉണ്ടായിരുന്നില്ല. ശുദ്ധമായ മുറ്റത്തുകൂടി ചെരുപ്പില്ലാതെ നടക്കുന്ന ഒരു ശീലം നമുക്കുണ്ടായിരുന്നു. ആ ശീലം നമ്മുടെ ആരോഗ്യ സംബന്ധമായ മേഖലകളിൽ ഒരു വ്യക്തിക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഏറ്റവും സമ്പുഷ്ടമായ ആരോഗ്യ ക്രമീകരണത്തിൻ്റെ ഒരു ഭാഗം കൂടി ആയിരുന്നു എന്ന് പറയാം. ഒരു കാര്യം കൂടി, ഇന്ന് കണ്ടുവരുന്ന പലതരത്തിലുള്ള, നമുക്കറിയാം ജൈവവളം മാത്രം ഉപയോഗിക്കുന്ന ഒരു കൃഷി സമ്പ്രദായം നമ്മുടെ മലയാളത്തിൻ്റെ സംസ്കാരത്തിലുണ്ടായിരുന്നു. പലതരത്തിലുള്ള രാസപദാർത്ഥങ്ങളുണ്ട്. ശരിയാണ്. ഈ രാസപദാർത്ഥങ്ങൾ ഒരു പക്ഷേ നമ്മുടെ കാലിനെയൊക്കെ ബാധിക്കുന്ന രീതി ഉണ്ടാകാം എന്നതും ഭിഷഗ്വരമൻ പറയുന്നു. പക്ഷേ അതുകൊണ്ടാണ് നാം വീണ്ടും അതിന് ജൈവവളത്തിൻ്റെ ഒരു സംസ്കൃതിയിലേക്ക് പോകണമെന്നും ആ ജൈവവളത്തിൻ്റെ ചിന്തകൾ നമ്മുടെ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കണം എന്നും പറയുന്നത്. ഇങ്ങനെയുള്ള ചികിത്സാ രീതികൾ കൂടിയുണ്ട്. ഈ ചെരുപ്പുകൾ ഇടാതെ നടക്കുന്ന ഒരു ക്രമീകൃതമായ വ്യവസ്ഥയുള്ള ചികിത്സാ സമ്പ്രദായം പോലും ആധുനിക ഭിഷഗ്വരന്മാർ കൂടി പറയുന്നു എന്നുള്ളതാണ് സത്യം. അത് ഒരുപക്ഷെ ഭിഷഗ്വരന്മാരും അംഗീകരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമുക്ക് ഉള്ള ഈ അറിവുകൾ, സമ്പുഷ്ടമായ ചൈതന്യവത്തായ ഈ പ്രബുദ്ധമായ രീതിയിലുള്ള ചിന്തകൾ നാം എത്രമാത്രം ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഈ ഓരോ കാര്യങ്ങളും, ഈ ഓരോ അറിവും നമുക്ക് മലയാളത്തിൻ്റെ ഒരു സംസ്കൃതിയിൽ കൂടി, മലയാളത്തിൻ്റെ ആ അറിവിൽ കൂടി നാം അതിൻ്റെ മൂർത്തവത്തായ ഭാവം നമ്മൾ ഉൾക്കൊള്ളണം എന്നും കൂടി ഈ സമയത്ത് പറയുന്നു. ശരി, നമ്മുടെ കേരളീയ സംസ്കാരത്തിൻ്റെ പല സാഹിത്യ സാമൂഹിക തരംഗങ്ങളിൽ നമുക്ക് ധാരാളം എഴുത്തുകാരും ചിന്തകരും കവി ശ്രേഷ്ഠന്മാരും ഇവരൊക്കെ കൊടുത്ത സംഭാവന ചെറിയതല്ല. അതിൽ ഏറ്റവും പ്രാധാന്യം ഉൾക്കൊള്ളുന്ന നമുക്കറിയാം കേരള വർമ്മ കോയിത്തമ്പുരാൻ യുഗം. ആ 19-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിലും 20-ാം ശതകത്തിൻ്റെ ആദ്യ പാദങ്ങളുമായി അരനൂറ്റാണ്ടിൽ നമ്മുടെ സാഹിത്യ തരംഗങ്ങളിൽ അദ്ദേഹം കൊടുത്ത സംഭാവന വളരെ വലുതാണ്. പ്രത്യേകിച്ച് ആധുനിക മലയാള സാഹിത്യത്തിന് അദ്ദേഹം കൊടുത്ത പ്രാധാന്യമറിയിക്കുന്ന സാഹിത്യ അറിവ് വളരെ ശ്രേഷ്ഠകരമാണ്.
ആ സാഹിത്യയുഗം സൃഷ്ടിച്ച മഹാപ്രസ്ഥാനമാണ് നമ്മുടെ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. സാഹിത്യത്തെ ഒരു സമ്പന്നമായ ഒരു രൂപഭാവം നൽകിയ വ്യക്തിയാണ്. കേരളീയ ഭാഷ, പ്രത്യേകിച്ചും ആ ശാകുന്തളം എന്നുള്ളത് മണിപ്രവാളമായിട്ട് ഭാഷയുടെ രൂപാന്തരങ്ങളിൽ കൊണ്ടുവന്നതും അദ്ദേഹമാണ്. അവിടെ നിന്ന് തുടങ്ങി നമുക്കറിയാം കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ AR രാജരാജവർമ്മ എന്ന മഹാനായ ആ സാഹിത്യ ശാഖയ്ക്ക് സംഭാവന നൽകിയ പുരുഷൻ. കേരള പാണിനിക്ക് ശേഷം കേരള കാളിദാസൻ എന്ന് പറയപ്പെടുന്ന കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനും അദ്ദേഹത്തിൻ്റെ കേരള പാണിനി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അനന്തരവനായിരുന്നു കേരള പാണിനി എന്ന് പറയുന്ന AR രാജരാജവർമ്മ. അദ്ദേഹമാണ് മലയാള ഭാഷയുടെ ചൈതന്യവത്തായ ഭാഷയുടെ വ്യാകരണ സിദ്ധാന്തം സമൂഹത്തിന് നൽകിയ കേരള പാണിനീയം. കേരള പാണിനീയം എന്ന കൃതി സമഗ്ര സംഭാവന ഭാഷയ്ക്ക് നൽകിയത് ചെറിയ കാര്യമല്ല. വ്യാകരണത്തിൻ്റെ ആ ഒരു മൂർത്തിവത്തായ ഭാവചൈതന്യം എഴുത്തിലും വായനയിലും സാഹിത്യ നിരൂപണങ്ങളിലും പദ്യങ്ങളിലും ഗദ്യങ്ങളിലും അതുപോലെ കവിത്വത്തിൽ കൂടിയുള്ള ദർശന സൗഭാഗ്യം നേടുന്ന എല്ലാ തരംഗങ്ങളിലും AR രാജരാജവർമ്മ ചെയ്ത സംഭാവന വളരെ വലുതാണ്. ശരി, മണിപ്രവാള ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് വന്നപ്പോൾ ഇവർ കൊടുത്ത ഒരു ശൈലിയും ഇവർ കൊടുത്ത ആ അറിവിൻ്റെ മീമാംസയും വളരെ വലുതാണ്. 1863 മുതൽ 1918 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. അന്ന് അദ്ദേഹം എഴുതിയ കേരള പാണിനീയം എന്ന ഗ്രന്ഥം മഹത്തായ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണെന്നും കൂടി പറയാം. സമൂഹത്തിന് ഭാഷയ്ക്ക് കൊടുത്ത ഏറ്റവും വലിയ ഒരു സമ്പത്ത് ആണെന്നും കൂടി പറയാം. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടി നമുക്ക് പറയാം. അന്ന് ഉണ്ടായിരുന്ന പ്രാസവാദം എന്നുള്ള ഒരു ശ്രേഷ്ഠമായ ഒരു തർക്കശാസ്ത്ര വിദഗ്ധമായ രീതിയിലുള്ള ഒരു സാഹിത്യ നിരൂപണവും സാഹിത്യ വിമർശനവും ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതിൻ്റെ പ്രയോജനമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സാഹിത്യത്തിന് ദൂരവ്യാപകമായ അറിവുകൾ നേടിത്തന്ന ഒരു കാലമുണ്ടായിരുന്നു ഈ പ്രാസവാദം. ഇവർ സമകാലീനരായിരുന്നു. പ്രത്യേകിച്ച് കേരളവർമ്മ കോയിത്തമ്പുരാനും അതിനുശേഷം ഉണ്ടായിരുന്ന AR രാജരാജവർമ്മയും. അപ്പം പലതരത്തിലുള്ള തർക്കത്തിൽ കൂടി ലഭിച്ച മലയാളത്തിൻ്റെ അറിവ്, ഭാഷയുടെ സൗന്ദര്യം, സാഹിത്യ നിരൂപണങ്ങൾ, പദ്യങ്ങൾ, ധാരാളം കൃതികൾ, ഇതെല്ലാം ഈ തർക്കത്തിൽ കൂടി രണ്ടുപേരുടെയും അറിവിൽ കൂടി പോയപ്പോൾ അതിൽ നിന്ന് ഉത്ഭവിച്ച പല രീതിയിലുള്ള ശാസ്ത്രീയമായ ഭാഷാ ചൈതന്യത്തിൻ്റെ പൂർണ്ണരൂപം സമൂഹത്തിന് ഉപകാരപ്രദമായി എന്നാണ് നമ്മുടെ ഭാഷാ ചിന്തകർ പറയുന്നത്. അപ്പോൾ ഇതാണ് കേരളവർമ്മ കോയിത്തമ്പുരാൻ്റെയും അദ്ദേഹത്തിന് ശേഷം AR രാജരാജവർമ്മയുടെയും കാലഘട്ടത്തിൽ ഇവർ കൊടുത്ത മലയാളത്തിൻ്റെ സമഗ്രമായ സംഭാവന ഈ പറഞ്ഞ കാര്യങ്ങളാണ്. ഒന്നും കൂടി നമ്മൾ ഈ ആട്ടപ്രകാരം എന്ന വളരെ നമ്മൾ കേട്ട് കാണും. മലയാള സാഹിത്യത്തിൽ ആദ്യമായി ഉണ്ടായ ഗദ്യകൃതിയാണ് ആട്ടപ്രകാരങ്ങൾ. മലയാള സാഹിത്യത്തിൽ ആദ്യമായി ഉണ്ടായ ഗദ്യകൃതിയാണ് ആട്ടപ്രകാരങ്ങൾ. തോലൻ എന്ന കവിയാണ് ഇതിൻ്റെ രചയിതാവ്. ശ്രദ്ധിക്കുക, മലയാള സാഹിത്യത്തിൽ ആദ്യമായി ഉണ്ടായ ഗദ്യകൃതിയാണ് ആട്ടപ്രകാരങ്ങൾ. തോലൻ എന്ന കവിയാണ് ഇതിൻ്റെ രചയിതാവ്. അതുപോലെ കണ്ണശന്മാർ ഭാഷയ്ക്ക് കൊടുത്ത ചൈതന്യം ചെറുതൊന്നുമല്ല. കണ്ണശന്മാർ നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് മലയൻകീഴ് മാധവൻ, നിരണത്ത് രാമൻ, വെള്ളാങ്ങല്ലൂർ ശങ്കരൻ എന്നീ കവികളെ ചേർത്ത് കണ്ണശന്മാർ എന്ന് പറയുന്നു. ഇവരും 15ാം ശതകത്തിലാണ്. നിരണം കവികൾ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഭാഷയുടെ സാഹിത്യ ഗ്രന്ഥങ്ങളിൽ നിരണം കവികൾ എന്ന് പറയുന്നത്, കണ്ണശന്മാർ എന്ന് പറയുന്നത് ഇവർ 3 പേരാണ്. മലയൻകീഴ് മാധവൻ, നിരണത്ത് രാമൻ, പിന്നെ വെള്ളാങ്ങല്ലൂർ ശങ്കരൻ. ഓരോ സമയത്ത് കാലാന്തരങ്ങളിൽ മാറ്റം വന്ന ജീവിത രീതിയിൽ മണിപ്രവാള ഭാഷയുടെയും അത് സംസ്കൃതത്തിൽ നിന്ന് മലയാള ഭാഷ ഉത്ഭവിച്ച ശേഷം അതിൽ നിന്ന്
അതിൽ നിന്ന് മുന്നോട്ട് പോയി മണിപ്രവാളത്തിൻ്റെ ഭാഷയിൽ നിന്ന് നാം വീണ്ടും പച്ചമലയാളത്തിലേക്ക് വന്നു. പച്ചമലയാളത്തിന് ശേഷം ഭാഷയുടെ സമഗ്ര ചിന്തയിൽ കൂടി നാം ഒത്തിരി മുന്നോട്ട് പോകുന്നു. ഇത് പല തരത്തിലുള്ള ഗ്രന്ഥശോഭയുടെയും അതിലടങ്ങിയിരിക്കുന്ന തത്വബോധത്തിൻ്റെയും വീക്ഷണ ക്രമീകരണങ്ങളുടെയും പരിലാളനം സാമൂഹിക ഉന്നമനത്തിന് മുതൽക്കൂട്ടായി എന്നും പറയാം. കാര്യം അറിവ് എന്ന് പറയുന്നത് ഒരു കിണറിലെ ജലം പോലെയല്ല. സമഗ്രമായ ഒരു കടൽ പോലെ കിടക്കുന്ന, ഈ കടലിൻ വെള്ളം പോലെ കിടക്കുന്ന ജലസ്രോതസ്. ഈ സ്രോതസ് വരുന്നത് പല രീതികളിലാണ്. തോടുകളിൽ കൂടി വരാം, ഒഴുക്ക് വെള്ളത്തിൽ കൂടി വരാം, മഴയിൽ കൂടി വരാം. ഈ ജലസ്രോതസ് കടലിൽ ചെല്ലുമ്പോൾ അത് വളരെ വലുതായി, അത് അറിവ് എന്നത് ഒരു പൂർണ്ണ വികാരമായി മനുഷ്യൻ്റെ ജീവിതത്തിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് ശാസ്ത്രീയമായി ചിന്തിക്കുമ്പോഴും ജീവിക്കുമ്പോഴും സാമൂഹിക നന്മയ്ക്കും ലോക നന്മയ്ക്കും വ്യക്തിവികാസത്തിനും സമൂഹത്തിനും ഒരുപോലെ ത്യാഗവും സത്യവും സ്നേഹവും ധാർമ്മികതയും ഉണ്ടാകുമ്പോഴാണ് ഭാഷയുടെ ചൈതന്യം ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ഇതാണ് നമുക്ക് ഭാഷാ പണ്ഡിതന്മാർ അവരുടെ അറിവിൻ്റെ ചാരുതയിൽ കൂടി, അതും അറിവ് എന്നത് മനോഹരമായ ഒരു ചിന്തയാണ്. ഈ ചാരുത എന്ന് പറയുന്നത് എന്താണ്? ചാരുത എന്ന് പറയുന്നത് സൗന്ദര്യം മാത്രമല്ല. സൗന്ദര്യം എന്നത് ചാരുത മാത്രം കൊണ്ട് നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ആ ചാരുത പൂർണ്ണമാകില്ലെന്നാണ് ഭാഷ്യം. ചാരുത എന്ന് പറയുന്നത് അതിൽ നിന്ന് പ്രസരിക്കുന്ന സ്നേഹത്തിൻ്റെ പരിലാളനം, സ്നേഹത്തിൻ്റെ പൂർണ്ണത സമൂഹത്തിലേക്ക് വിടരുമ്പോൾ, ഒരു സുഗന്ധമായി അതിൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ, ആ സുഗന്ധം ശ്വസിക്കുമ്പോൾ, സമൂഹം ശ്വസിക്കുമ്പോൾ, നാട് ശ്വസിക്കുമ്പോൾ, ലോകം ശ്വസിക്കുമ്പോൾ ഒരു തിളക്കമാർന്ന ഒരു ചര്യയുടെ, ഒരു ചിന്തയുടെ, സ്നേഹത്തിൻ്റെ അംശമായി മാറുന്നു. അവിടെയായിരിക്കണം ഭാഷയുടെ ചൈതന്യം നമ്മൾ സമൂഹത്തിലേക്ക് നാം കൊടുക്കേണ്ടത്. ഈ ചൈതന്യം നാം എങ്ങനെ കൊടുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. ശരി, നമ്മൾ നാട്ടറിവുകളുടെ കൂട്ടത്തിൽ പലതരം നാട്ടറിവുകൾ നമ്മൾ പഠിക്കുന്നു. ഈ നാട്ടറിവുകളുടെ ഗുണങ്ങൾ നമ്മുടെ വ്യവഹാരങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടാതെ ജീവിത ചൈതന്യത്തിൻ്റെ ഭാഗമാക്കി കൂടി മാറ്റണം എന്നുള്ള ചിന്ത കൂടി ഇവിടെ സമർപ്പിക്കട്ടെ. ഈ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ് ചെമ്പുകലം അതിൻ്റെ ഗുണം എന്താണെന്ന്. പണ്ട് നെല്ല് പുഴുങ്ങിയിരുന്ന കാലം, നെല്ല് പുഴുങ്ങുന്നത് വളരെ കുറവാണെന്ന്. ഇന്നും നെല്ല് പുഴുങ്ങുന്ന ധാരാളം സ്ഥലങ്ങളും ധാരാളം വീടുകളും നമ്മുടെ നാട്ടിൽ നിന്നുണ്ട്. അപ്പോൾ നെല്ല് പുഴുങ്ങുന്നതിനും വലിയ വാവട്ടവും ആഴവുമുള്ള ചെമ്പ് പാത്രമാണ് കുട്ടകം എന്ന് പറയുന്നത്. അതായത് നെല്ല് പുഴുങ്ങുന്നതിനും വലിയ വാവട്ടവും ആഴവുമുള്ള ചെമ്പ് പാത്രമാണ് കുട്ടകം എന്ന് പറയുന്നത്. നെല്ല് പുഴുങ്ങി കുത്തുക, രണ്ട് തരത്തിലുള്ള പുഴുക്കലുണ്ടായിരുന്നു. ഒരു പുഴുക്കൻ, അതുപോലെ ഇരുപുഴുക്കൻ. ആവിയിൽ മാത്രം വെന്തതിന് ശേഷം പുഴുങ്ങിയെടുത്തിട്ട് ഉപയോഗിക്കുക. ഒരു ദിവസം ആവിയിലിട്ട ശേഷം അടുത്ത തവണ അത് ഊറ്റിയെടുത്ത് അടുത്ത തവണ വീണ്ടും തിളപ്പിച്ചെടുക്കുന്ന രീതി, പിന്നെ കുത്തിയെടുക്കുന്ന രീതി, അത് രണ്ട് രീതിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പുതിയ തലമുറയ്ക്ക് ഇതിനെക്കുറിച്ചുള്ള ജ്ഞാനം കുറവാണ്. പ്രത്യേകിച്ച് മാതാപിതാക്കൾ ഇങ്ങനെയുള്ള ഒരു രീതികൾ ഉണ്ടായിരുന്നു എന്നുകൂടി പറഞ്ഞു കൊടുക്കുന്നത് എപ്പോഴും നല്ല. ഇത് കേൾക്കുന്ന ഓരോ ആൾക്കാരും ഇത് ശ്രദ്ധയോടെ കേൾക്കണം എന്നും പറയുന്നു. അപ്പോൾ നെല്ല് പുഴുങ്ങുന്നതിനും വലിയ വാവട്ടവും ആഴവുമുള്ള ചെമ്പ് പാത്രമാണ് കുട്ടകം. ഈ കുട്ടകത്തിലായിരുന്നു നമ്മൾ ഒരു കാലത്ത്, ഇന്നുമുണ്ട്, ഇന്നും ധാരാളം ഭവനങ്ങളിൽ നമ്മൾ ചെയ്യുന്നുണ്ട്, നെല്ല് പുഴുങ്ങിയിരുന്നത്. രണ്ട് രീതിയിൽ, ഒരു പുഴുക്കൻ ഇരുപുഴുക്കൻ എന്നീ രണ്ട് രീതികളിലാണ് നമ്മൾ നെല്ല് പുഴുങ്ങിയിരുന്നത്. ഇത് തിളപ്പിച്ചിട്ട ശേഷം അടുത്ത തവണ 2 ദിവസമായി ചെയ്യുന്നുണ്ട്, ഒരു ദിവസമായും ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് കൂടുതലും ചെയ്യുന്നത് തിളപ്പിച്ച് വെള്ളത്തിലിട്ടതിന് ശേഷം അതെല്ലാം ആറി അതിനുശേഷം വീണ്ടും എടുത്ത് ആവിയിലിട്ടിട്ട് വീണ്ടും അടുത്ത പ്രാവശ്യം എടുത്തിട്ട് പിന്നെ അതിൻ്റെ ചൂടൊക്കെ മാറി പുഴുങ്ങിയെടുക്കുന്ന ശീലം നമുക്ക് ഉണ്ടായിരുന്നു. ഇന്ന് കൃഷി വളരെ കുറവായും കൊണ്ട് പലരും അത് ഇല്ലാത്തത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. ഈ കുട്ടകം, ചെമ്പ് കുട്ടകം കൊണ്ട് എന്താണ് പ്രയോജനം എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടതാണ്. ഇത് ഒരു പരിധിവരെ
ഒരു പരിധി വരെ നിയന്ത്രിച്ച് വേവിക്കുന്ന പാകത്തിൽ കുട്ടകത്തിൻ്റെ ആ ഒരു അതിൻ്റെ ഒരു രീതി, അതായത് ചൂട് തട്ടുമ്പോൾ ക്രമീകൃതമായ ആവി ഏതൊരു ഭക്ഷണ ക്രമീകരണത്തിനും ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന രീതിയിലാണ് കുട്ടകം ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. ഈ ചൂട് നിയന്ത്രണം എന്ന് പറയുന്നത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. നമ്മൾ മൺചട്ടിയിൽ നമ്മൾ പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കുമായിരുന്നല്ലോ. മൺചട്ടിക്ക് തികച്ചും ഏറ്റവും അത് നമുക്ക് ഉപയോഗം ചെയ്യുന്നുണ്ടെന്നാണ് ആധുനിക വിശകരന്മാർ വരെ പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടകത്തിൻ്റെ ഭക്ഷണ പാചകം വളരെ പ്രധാനമാണ്. ഒരു കാലത്ത് നമ്മുടെ ഭവനങ്ങളിൽ ഇത് ഉപയോഗിക്കപ്പെട്ടിരുന്നു. ഇന്നും പലരും കൃഷിയെ സ്നേഹിക്കുകയും അതിൻ്റെ അറിവും ഉൾക്കൊള്ളുന്ന എത്രയോ പേര് നമ്മുടെ ഇടയിലുണ്ട്. അവരൊക്കെ ഈ കുട്ടകത്തിൻ്റെ ഉപയോഗം വളരെ ശ്രേഷ്ഠമായി കരുതുന്നു, അത് ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് പ്രത്യേകിച്ച് ഇതിൽ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഒരു ദൂഷ്യവശങ്ങളില്ല എന്നാണ് പറയപ്പെടുന്നത്. ഈ കുട്ടകത്തിൽ നമ്മൾ ചൂടാക്കുമ്പോൾ അതിൻ്റെ ക്രമീകൃതമായ ആവി ഒരു മനുഷ്യ ശരീരത്തിന് എങ്ങനെ വേണം എന്നുള്ള രീതിയിലാണ് അതിൻ്റെ നിർമ്മാണം ഉള്ളത് എന്നും പറയപ്പെടുന്നു. ശരി, ഇന്ന് ഞാൻ കർക്കിടക മാസത്തെപ്പറ്റി പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ പറയാൻ, മലയാളിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്ഷണ രീതിയാണല്ലോ ചിരട്ടപ്പുട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു രീതി നമുക്കുണ്ടായിരുന്നു. കണ്ണഞ്ചിരട്ടയിൽ തേങ്ങാപ്പീരയിട്ട് അതിൻ്റെ പരുവത്തിന് നനച്ചെടുത്ത് അരിപ്പൊടി നിറച്ച് ആവിയിൽ പുട്ടുണ്ടാക്കുന്ന ഒരു രീതി, ചിരട്ടപ്പുട്ട്. ഇത് നമ്മൾ പാത്രങ്ങളിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കണ്ണഞ്ചിരട്ടയിൽ പ്രത്യേകിച്ച് തേങ്ങാപ്പീര ഇട്ടിട്ട് അതിൻ്റെ പരുവത്തിന് നനച്ചെടുത്ത് അരിപ്പൊടി നിറച്ച് ആവിയിൽ പുട്ടുണ്ടാക്കുന്ന ഒരു സമ്പ്രദായം. അത് ചിരട്ടയെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഉള്ള ആവി ഔഷധമാണെന്ന് നമുക്കെല്ലാം അറിയാം. ചിരട്ടയിൽ നിന്നുണ്ടാകുന്ന ഈ ആവി മനുഷ്യ ശരീരത്തിന് ഗുണകരമാണ്. അപ്പോൾ ആ ചിരട്ടയിൽ കൂടി ആ പുട്ടുണ്ടാക്കുമ്പോൾ ആ ഭക്ഷണത്തിനും പ്രത്യേകിച്ച് ശ്രേഷ്ഠമായ തേങ്ങാപ്പീര, നാളികേരത്തിൽ നിന്നുണ്ടാകുന്ന തേങ്ങാപ്പീരയുടെ ഔഷധ വീര്യം വളരെ വലുതാണ്. ഇന്ന് നമ്മൾ കൃഷി ഉണ്ടാകുന്ന ഈ എന്താ പറയുക ജൈവവള കൃഷി സമ്പ്രദായം ഇല്ലാതെ രാസപദാർത്ഥങ്ങൾ കൂടി നമ്മൾ സൃഷ്ടിക്കപ്പെടുന്ന ഈ കൃഷി സമ്പ്രദായത്തിൽ കൂടി ഉണ്ടാകുന്ന ഈ കൃഷി രൂപാന്തരത്തിൽ കൂടി കിട്ടുന്ന ഒരുപക്ഷെ നാളികേരം അതിന് ഉപയോഗപ്പെടില്ലായിരിക്കാം ഒരു പരിധിവരെ. പക്ഷേ അപ്പോഴും ജൈവ കൃഷി സമ്പ്രദായത്തിൽ ഉണ്ടാക്കുമ്പോൾ ഈ നാളികേരത്തിൽ നിന്ന് കിട്ടുന്ന തേങ്ങാപ്പീരയോ അതിൽ നിന്ന് കിട്ടുന്ന കരിക്കിൻ വെള്ളമോ അതിൻ്റെ ശ്രേഷ്ഠത വളരെ വലുതാണ്. ശരി, അപ്പോൾ ഞാൻ വീണ്ടും ഒന്നുകൂടി പറയുന്നു. അത് കണ്ണഞ്ചിരട്ടയിൽ തേങ്ങാപ്പീരയിട്ട് അത് പരുവത്തിന് നനച്ചെടുത്ത് അരിപ്പൊടി നിറച്ച് ആവിയിൽ പുട്ട് പുഴുങ്ങിയെടുക്കുന്നത് നമ്മുടെ ഒരു ശീലമായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ കർക്കിടക മാസത്തിൽ ഈ ഒരു ഭക്ഷണം വളരെ കൂടുതലായി നമ്മൾ ഉപയോഗിച്ചിരുന്നു. ഇത് ചിരട്ടയുടെയും ചുവന്ന അരിപ്പൊടി ഉണ്ടല്ലോ, ചുവന്ന അരിപ്പൊടി സാധാരണ മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന, അമ്മമാർക്കൊക്കെ പ്രത്യേകം അറിയാവുന്ന ചിരട്ടയിൽ ചുവന്ന അരിപ്പൊടിയും തേങ്ങാപ്പീരയും ഇട്ടുണ്ടാക്കുന്ന ഈ ഭക്ഷണ പദാർത്ഥം മലയാളിക്ക് ഒരു അനുഗ്രഹമാണെന്ന് പറയാം. ഇങ്ങനെയുള്ള ഭക്ഷണരീതി അതിന് വേറെ ഒരു ശരീരത്തിന് ദൂഷ്യമുണ്ടാക്കുന്ന ഒരു രീതി അതിനില്ല. ചിരട്ടത്തവി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ചിരട്ടത്തവി, കുടുവൻ തവി, ചോറുതവി, കഞ്ഞിത്തവി, എത്ര മനോഹരമായ നിർമ്മാണ രീതികൾ. ഈ നിർമ്മാണ രീതികൾ നമ്മൾ എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇന്നും നമ്മൾ പലരും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം മാറ്റം വന്ന നമ്മുടെ ജീവിത ക്രമീകരണത്തിന് ഒരു മനോഹരമായ ഒരു സൗരഭം പലപ്പോഴും ഇത് ഉണ്ടാക്കും. ഇതിൻ്റെ ഒരു മണം, തനിമയാർന്ന മലയാളത്തിൻ്റെ ഒരു ഗന്ധം അവിടെയുണ്ട്. തനിമയാർന്ന മലയാളത്തിൻ്റെ ഒരു ഗന്ധം നമ്മുടെ ജീവിതചര്യയിൽ ഒരു പരിധിവരെ ഉണ്ടാക്കേണ്ടത് ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഈ നാട്ടറിവുകളുടെ ഒരു കാര്യം കൂടെ പറയാം. കരിക്കിൻ വെള്ളം നാം കുടിക്കുന്നു. കരിക്കിൻ വെള്ളം കുടിക്കുന്നതിൻ്റെ പ്രയോജനം എന്താണെന്ന് പലരും ചോദിക്കാറുണ്ട്. നമ്മൾ ദൂരയാത്ര കഴിഞ്ഞു വന്ന് നമ്മൾ വീട്ടിലെത്തുന്നു. ശരീരത്തിന് ഈ ശരിക്കും കരിക്ക് കുടിച്ചു കഴിയുമ്പോൾ നമ്മൾ ശരീരത്തിൽ
ഉണ്ടാകുന്ന മാറ്റത്തെ ക്രമീകരിക്കാൻ ഏറ്റവും വലിയ ഔഷധമാണ് കരിക്ക്. അതായത് ചൂടോ തണുപ്പോ ശരീരം തണുപ്പിക്കുന്നതിന് ഉചിതമായ താപനില മാറ്റം വരും ശരീരത്തിന്. അത് സാധാരണമാണ്. പല രീതിയിൽ നമ്മൾ നടക്കുമ്പോൾ, പല രീതിയിൽ നമ്മൾ പല ജോലികൾ ചെയ്യുമ്പോൾ ആ ക്രമീകൃതമായ ഒരു ശരീര വ്യവസ്ഥയ്ക്ക് നമുക്ക് അതിനോടുള്ള ഉത്തരവാദിത്തമുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളെന്ന വ്യക്തി ഒരു കുടുംബത്തോട് തീർച്ചയായിട്ടും ആഭിമുഖ്യമുള്ളവരായിരിക്കണം, ഒരു സമർപ്പണമുള്ളവരായിരിക്കണം. ആ വ്യക്തിയോടുള്ള സമർപ്പണം വേണം, കുടുംബത്തോടുള്ള സമർപ്പണം വേണം, സമൂഹത്തോടുള്ള സമർപ്പണം വേണം, ലോകത്തോടും ഒരു സമർപ്പണം വേണം. ലോകത്തോടും അങ്ങനെയായിരുന്നു മലയാളത്തിൻ്റെ സാംസ്കാരിക കരിക്കിൻ്റെ ഈ ഒരു ചിന്ത. ഞാൻ ഒന്നും കൂടി കരിക്കിനെ പറ്റി പറയാം. നമ്മുടെ സമീകൃതമായ ജീവിത വ്യവസ്ഥയിൽ നമ്മൾ എന്താണ് ഈ കരിക്കിൻ വെള്ളം കൊണ്ട് പ്രയോജനം എന്നത് ഒന്നും കൂടി പറഞ്ഞിട്ട് അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. നമ്മുടെ ജീവിത വ്യാപാരമാണെന്ന്. വ്യാപാരത്തിൽ കൂടി നമുക്ക് പലതരത്തിലുള്ള യാത്രകൾ നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു അധ്വാനത്തിന് ശേഷം, അധ്വാനത്തിന് ശേഷം ശാരീരികമായ ഒരു അവസ്ഥ ക്രമീകൃതമാക്കേണ്ടത് നമ്മുടെ കടമയാണ്. ആ ക്രമീകൃതമായ വ്യവസ്ഥ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് പറയുന്നത് എന്തുകൊണ്ട്? ആരോഗ്യം പ്രധാനമാണ്. ആരോഗ്യം പരിപാലിക്കേണ്ടത് നമ്മുടെ കടമയാണ്, ഒരു വ്യക്തിയുടെ കടമയാണ്, സമൂഹത്തിൻ്റെ കടമയാണ്, ലോകത്തിനോടുള്ള കടമയാണ്. അപ്പോൾ നമ്മുടെ ക്രമീകൃതമായ ശാരീരികമായ അവസ്ഥ, ഒരു കരിക്കിൻ വെള്ളം നാം കുടിക്കുമ്പോൾ, എന്തെങ്കിലും യാത്ര കഴിഞ്ഞ് കുറേ ജോലി ചെയ്തിട്ട് തിരിച്ചെത്തി ഈ കരിക്കിൻ വെള്ളം കുടിക്കുമ്പോൾ ശരീരത്തിൻ്റെ താപനില ക്രമീകരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രാധാന്യമായ വിഷയമാണ്. അതിന് നാം എന്ത് കഴിക്കുന്നു, എന്ത് നമ്മൾ ഉപയോഗിക്കുന്നു, എന്ത് കുടിക്കുന്നു എന്നുള്ളതും പ്രാധാന്യമാണ്. അതുകൊണ്ടാണ് വൈദ്യന്മാരും ഭിഷഗ്വരന്മാരും പ്രത്യേകിച്ച് വായ്മൊഴി കൊണ്ട് നമുക്ക് തന്ന ശ്രേഷ്ഠമായ അറിവിൻ്റെ മൂല്യം, ഈ മൂല്യസമ്പത്ത് നാം അതിനെ എങ്ങനെ ഉൾക്കൊള്ളുന്നു, ഈ നാളികേരത്തിൻ്റെ അറിവ് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു, ഇതൊക്കെ അറിവുകളുടെ ഏറ്റവും ശ്രേഷ്ഠമായ ചിന്തയാണ്, ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗമാണെന്നും കൂടി പറയാം. അങ്ങനെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തിൻ്റെ, മലയാളത്തിൻ്റെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തിൽ കൂടി ലഭിക്കുന്ന ഈ അറിവിൻ്റെ തീർത്ഥമായ സമ്പത്ത് നമ്മുടെ ഉപയോഗക്രമത്തിൽ കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അതിൻ്റെ അറിവ് നാം ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വളരെ വലുതാണ്. ഞാൻ മുമ്പേ കർക്കിടക കഞ്ഞിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ പത്തിലയെക്കുറിച്ച് പറഞ്ഞു. ഏതൊക്കെയാണ് പത്തിലകൾ? ഈ പത്തിലകൾ മഞ്ഞളുണ്ട്, കുമ്പളമുണ്ട്, പയർ, ചേന, ചീര, താള്, തകര, നെയ്കുനുപ്പൻ, ചീര പ്രത്യേകിച്ച് മുള്ളൻചീര, അതുപോലെ മുരിങ്ങയില, ഏറ്റവും പ്രധാനമാണ് ഇതൊക്കെ. ഈ 10 കറികൾ, ഈ 10 കറിക്കൂട്ടുകൾ നമ്മൾ ഭക്ഷണ ക്രമീകരണത്തിൻ്റെ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ വിഷഹാരിയാണെന്ന് പറയാം. ഈ ശരീരത്തിലേക്ക് ഉണ്ടാകുന്ന ഓരോ ദോഷകരമായ സ്വാധീനത്തെ, ദോഷകരമായ അവസ്ഥയെ മാറ്റിയെടുക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ക്രമീകൃതമായ വ്യവസ്ഥയുടെ പൂർണ്ണഭാഗമാണ് പത്തില എന്ന ഔഷധ സസ്യത്തിൻ്റെ പ്രാധാന്യം എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൻ്റെ ഭാഗത്തുകൂടി നാം സഞ്ചരിക്കുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, അങ്ങനെ മനോഹരമായ കേരളീയ കേരളത്തിൻ്റെ ഏറ്റവും കേരളത്തിൽ മലയാളികൾ ഉൾക്കൊള്ളേണ്ട മനോഹരമായ ചില ചിന്തകൾ, മനോഹരമായ കുറേ ദർശനങ്ങൾ, നാട്ടറിവുകൾ കൂടിയുണ്ട്. നമുക്കറിയാം, തിളക്കമാർന്ന കണ്ണുകൾ ഈ കൊച്ചു കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് ഔഷധ ഗുണമുള്ള ആഹാരപാനീയങ്ങൾ കൊടുക്കാറുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പഴവർഗ്ഗങ്ങൾ ഭക്ഷണക്രമത്തിൽ ചീരയില, അതുപോലെ അതിൻ്റെ പ്രത്യേകിച്ചുള്ള പേര് തവിഴായ്മയില, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇലയാണത്. അത് ഇന്ന് വളരെ കുറച്ച് മാത്രമേ നമ്മുടെ മലയാളത്തിൻ്റെ മണ്ണിൽ കാണുന്നുള്ളൂ എന്ന് പറയാം. മുരിങ്ങയില, അതുപോലെ ചീരയില, ഇത് അമ്മമാർ വളരെ ശ്രേഷ്ഠമായി ഉപയോഗിച്ച ഒരു രീതിയായിരുന്നു. പൂവാങ്കുറുന്നില, അത് പ്രത്യേകിച്ച് കണ്ണിന് ഉപയോഗിക്കുന്ന ഒരു ഏറ്റവും വലിയ ഔഷധ ക്രമീകൃതമായ ഒരു സസ്യജനമായിരുന്നു. കർക്കിടക മാസത്തിൽ ഈ അനുഷ്ഠാന ജീവിതത്തിൽ നാം നമ്മുടെ കൃഷി
ഭൂമിയിൽ നിന്ന് കിട്ടുന്ന മലയാളത്തിൻ്റെ മണ്ണിനെ സ്നേഹിക്കുന്ന മണ്ണിൽ ഉണ്ടാകുന്ന ഈ സമ്പുഷ്ടമായ ഒരു ജീവിത സാഹചര്യം നാം അതിനെ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വിഷയം. മലയാളം എന്നത് ഒരു ഭാഷയുടെ ചൈതന്യം മാത്രമല്ല. ആ ഭാഷയ്ക്കുള്ള ചൈതന്യം നാം കൊടുക്കുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന ഒരു സാംസ്കാരികമായ പരിവേഷം, ഒരു അറിവിൻ്റെ ഏറ്റവും കൂടിയ ശ്രേഷ്ഠമായ ഭാവം എന്ന് പറയുന്നതിൽ അതിലെ അറിവുകളാണ്. കുഞ്ഞുണ്ണി മാഷ് പറയുണ്ടായി പഴഞ്ചൊല്ലിനെ കുറിച്ച്. പഴഞ്ചൊല്ലുകൾ നമ്മൾ ധാരാളം പഠിച്ചിട്ടുണ്ട്. പഴയ ചൊല്ല് പഴഞ്ചൊല്ല്, പഴയ ചൊല്ല് പഴഞ്ചൊല്ല്, പഴയവരുടെ ചൊല്ല് പഴഞ്ചൊല്ല്, പഴമായ ചൊല്ല് പഴഞ്ചൊല്ല്. പഴമയുടെ ചൊല്ല് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന വായ്മൊഴിയിൽ കൂടി തന്നിരുന്ന അറിവിൻ്റെ ശ്രേഷ്ഠതയെ നാം എങ്ങനെ ധ്വനിക്കുന്നു, നാം എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നത് കുഞ്ഞുണ്ണി മാഷ് വളരെ ശ്രേഷ്ഠമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പഴഞ്ചൊല്ലുകൾ കുട്ടികൾ പഠിക്കുന്നത് വളരെ പ്രാധാന്യമായ കാര്യമാണ്. പഴഞ്ചൊല്ലിൽ കൂടി കിട്ടുന്ന അറിവ് ശ്രേഷ്ഠമാണ് എന്നും കൂടി ഈ അവസ്ഥയിൽ ഈ ഒരു സമയത്ത് പറഞ്ഞുകൊണ്ട് ഭാഷയുടെ ചൈതന്യം, അറിവ് നിങ്ങൾക്കെല്ലാം സമഗ്രമായി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.